ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മൾ വെറൈറ്റി രീതിയിലുള്ളൊരു വാഴനടൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനെന്തായാലും ആദ്യമായിട്ടാണ് ഈ രീതിയിൽ വാഴ നടുന്നത് കാണുന്നത്. സാധാരണ നമ്മൾ ഇതേപോലെ കർണാടകത്തിൽ ചാലടിച്ച് ആ ചാലിൽ ഇതേപോലെ വാഴ വിത്തിട്ട് പോയി 6 അടി അകലത്തിൽ വാഴ വിത്തിട്ട് അത് തൂമ്പയ്ക്ക് മൂടൽ. പക്ഷേ ഇവരിത് വെറൈറ്റി ആയിട്ട് ഇത് ടില്ലറിനാണ് മൂടുന്നത്. ടില്ലറിന് മൊത്തം ലെവൽ ചെയ്യാണ് സ്ഥലം. അപ്പോൾ ഞാനൊക്കെ വളമിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ടില്ലറിന് മണ്ണ് കയറ്റൽ. ആദ്യത്തെ വളം ഓരോ ആൾക്കാരെ ഉപയോഗിച്ചിട്ട് തൂമ്പയ്ക്ക് മണ്ണ് കയറ്റും, ചെറുതായിട്ട് താഴോട്ട് അടിച്ചിട്ടാൽ മതി. രണ്ടാമത്തേന് ടില്ലർ അടിച്ച് ലെവൽ ചെയ്യും. ഇതിപ്പം ഇവർ വളമിടാൻ നേരത്ത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇത് ലെവലായി, ഇനി മുകളിലോട്ട് പൊന്തിച്ച് കയറണം. അത് പണി കൂടുതലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പോൾ ഇവരിത് ഇടവിളയായിട്ട് ക്യാബേജ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടില്ലറിന് മണ്ണ് ലെവൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് പോകണം ഇത് മണ്ണ് കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ റൊട്ടേറ്റർ ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് തന്നെ പോയാൽ മതി. പക്ഷേ ഇത് മണ്ണ് കയറ്റാനായതുകൊണ്ട് ഒരു സൈഡിലോട്ട് മണ്ണ് വീഴേണ്ടത് കൊണ്ട് കുഴി തിരിച്ചിട്ടിട്ട് നമ്മൾ റിവേഴ്സാണ് അടിക്കുന്നത്. ഇത് 10-15 ഏക്കർ ഉള്ളൊരു വലിയ തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കൃഷിക്കാരല്ല, എക്സ്പീരിയൻസ് ഉള്ള കൃഷിക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത്. ഞാൻ എന്തായാലും ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇവരുടെ കൃഷി കണ്ടു പഠിച്ചതിന് ശേഷം അടുത്ത കൊല്ലം സക്സസ് ആണെങ്കിൽ എനിക്കും കുറച്ച് ഈ രീതിയിൽ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഞാനത് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ കണ്ടിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ലെവലായിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് വന്ന് നോക്കാം. നമ്മുടെ ഒരു അനുഭവത്തിലൊക്കെ ഇതൊരു മണ്ണ് കയറ്റാൻ, അടുത്ത പ്രാവശ്യം മണ്ണ് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവരെന്തെങ്കിലും കണ്ടിട്ടായിരിക്കണം ഇതിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ചെറിയ കൃഷിക്കാരൊന്നുമല്ല, വലിയ കൃഷിക്കാർ തന്നെയാണ്. അപ്പം എക്സ്പീരിയൻസ് ഉണ്ടാവും ഇവർക്ക് ഈ മേഖലയിൽ. ഇതൊരു മൊത്തം ചാല് മൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വെറൈറ്റി രീതിയിലുള്ള മറ്റ് കൃഷിയായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.